രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി LK അദ്വാനിക്ക് ക്ഷണം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. രോഹിണി, അയോധ്യയിൽ അടുത്ത മാസം 22-നാണ് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. ക്ഷേത്ര നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പ്രാണപ്രതിഷ്ഠ എന്ന മഹത്തായ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനാൽ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന അയോധ്യ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ ഓരോ വ്യക്തിത്വങ്ങളെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തിത്വങ്ങൾ, മുതിർന്ന മാധ്യമ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠന്മാർ, ഒപ്പം ഈ അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ ലാൽകൃഷ്ണ അഡ്വാനി, മുരളി മനോഹർ ജോഷി എന്നീ രണ്ട് വ്യക്തിത്വങ്ങൾ ഇരുവർക്കും ഇന്നലെ ക്ഷണക്കത്ത് നേരിട്ടെത്തിയാണ് നൽകിയത് എന്നത് വളരെ ശ്രദ്ധേയമായി. ലാൽകൃഷ്ണ അഡ്വാനി അദ്ദേഹം ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ വസതിയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സഹസർക്കാര്യവാഹായിട്ടുള്ള ഡോക്ടർ കൃഷ്ണഗോപാൽ, അതോടൊപ്പം തന്നെ RSSന്റെ അഖില ഭാരതീയ സമ്പർക്ക പ്രമുഖർ രാംലാൽ, ഒപ്പം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള അലോക് കുമാർ, ഈ 3 പേർ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന 3 പേരാണ്. ഇരുവരും നേരിട്ട് അഡ്വാനിയെ കണ്ട് ആ ക്ഷണക്കത്ത് കൈമാറി. ഒപ്പം മുരളി മനോഹർ ജോഷി, നമുക്കറിയാം ഈ രണ്ട് വ്യക്തിത്വങ്ങൾ അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തെ മുന്നിൽ നിന്ന് നയിച്ച, അല്ലെങ്കിൽ അതിന്റെ അമരത്തുണ്ടായിരുന്ന രണ്ട് നേതാക്കളാണ്. പ്രത്യേകിച്ച് ലാൽകൃഷ്ണ അഡ്വാനി 1990-ൽ സോമനാഥിൽ നിന്നും ആരംഭിച്ച രാമരഥയാത്ര, ആ രാമരഥയാത്രയൊക്കെ പിന്നീട് വലിയ ആവേശമായി മാറുകയും 92-ൽ ഈ തർക്കമന്ദിരം നീക്കം ചെയ്യുന്നതിന് അനിവാര്യമായി ആ രാമരഥയാത്രയൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. എന്തായാലും ലാൽകൃഷ്ണ അഡ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ വ്യക്തിത്വങ്ങൾക്ക് ഇന്നലെ ക്ഷണക്കത്ത് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഔദ്യോഗികമായി കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും 8000-ഓളം വിശിഷ്ട അതിഥികൾ 22-ാം തീയതി നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുണ്ടാകും. ഓരോരുത്തർക്കായി ഇപ്പോൾ ക്ഷണക്കത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ഈ രാമക്ഷേത്രം ഉയരാൻ കാരണക്കാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കാണ് ഈ സംഘപരിവാർ നേതാക്കൾ നേരിട്ടെത്തി ഈ ക്ഷണക്കത്ത് കൈമാറുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.